ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കോട്ട്സൊക്കെ ഉണ്ട്. എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാം, അരവയറുണ്ടായാൽ ആരോഗ്യം, ആദി കൂടിയാൽ വ്യാധി, പയ്യെ തിന്നാൽ പനയും തിന്നാം, നടന്നു കൊയ്താൽ ഇരുന്നുണ്ണാം. അപ്പം മുകളിൽ കൊടുത്ത പഴഞ്ചൊല്ലുകളെ വ്യാഖ്യാനിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിലെല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസറും പറഞ്ഞുതരാം. ഓക്കെ, ചാപ്റ്റർ തുടങ്ങുവാണ്. പ്രത്യാശയുടെ കിരണങ്ങൾ. ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും എന്നല്ലേ ചൊല്ല. ഉണ്ടവൻ്റെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്നു തന്നെയോ എന്ന് ചോദിച്ചിട്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. എന്താണ് അസുഖം? അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ അടച്ചുപിടിച്ചു. എന്തിനാണീ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. സന്തുകുമാറിൻ്റെ ഭാവം മാറി. ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. പുല്ല് തിന്നാറുണ്ടോ? രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു. സർ, ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപായിയാണു ഞാൻ. സർ, അച്ഛനമ്മമാരെയും ഭാര്യ മക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുകയില്ല. രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്തി. സ്നേഹത്തോടും ദയയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. രോഗിയെ നന്നായി പരിശോധിച്ചു. അലമാര തുറന്ന മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു. ചങ്ങാതി, തനിക്ക് ഒരു രോഗവുമില്ല. ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. ശരി, പൊയ്ക്കോളൂ, സന്തുകുമാർ പറഞ്ഞു. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ച് കൊടുക്കണം കേട്ടോ. ഡോക്ടർ സന്തുകുമാറിനേക്കാൾ തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണമോതിരങ്ങൾ, വിലപിടിച്ച സെൻറ്റിൻ്റെ പരിമളം, സെൻ്റെന്ന് പറഞ്ഞ കാര്യത്തിൽ സ്പ്രേ ചെയ്യും. അപ്പോൾ ചന്ദനത്തൈലത്തിൻ്റെ സുഗന്ധം. അല്ല, നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സന്തുകുമാറിൻ്റെ OPയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ. ഇയാളെ കാണുമ്പോഴൊക്കെ സന്തുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത്. ഹഹഹ, ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ്. ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു. പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ദൈവമേ, എനിക്കെന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിലൊന്നാണ് പഞ്ചസാര ഉണ്ടാവുക? ധനികൻ്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത്. അദ്ദേഹത്തിൻ്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കുമുണ്ട്. പലരും കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത്? സന്തുകുമാർ ചോദിച്ചു. പതിവായുള്ള ചോദ്യം. മരിക്കുകയൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതിയും. ധനികൻ്റെ കാതിലുള്ള വൈരക്കല്ല് വെച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു. ലാല, എന്തിനാണ് ഈ കടുക്കൻ? ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക്, അവർക്ക് നല്ല ചേർച്ചയായിരിക്കും. ഇല്ല, ഞാനിത് ഊയുകയില്ല. പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ. സന്തു, നിനക്കറിയാമോ അതൊക്കെ? സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും. അത്രയും അടുപ്പത്തിലാണവർ. OPയിലെ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി.
നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന ഇതിനകത്ത് നിന്നും എടുത്തിട്ടുള്ള പാഠഭാഗമാണ് ഇവിടെ പഠിച്ചത്. ആദ്യം നമുക്ക് ഡോക്ടറിനെ കാണാൻ വന്നത് വളരെ ദരിദ്രനായിട്ടുള്ള ഒരാളായിരുന്നു. അയാളുടെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന പാഠഭാഗത്ത്. പിന്നീട് പറഞ്ഞത് ധനികനായ ഒരാൾ ഡോക്ടറെ കാണാൻ വന്നിട്ടുള്ള കാര്യമാണ്. അയാൾക്ക് ഡോക്ടർ എന്താണ് അസുഖങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ ഈ പാഠഭാഗം മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.